അപ്പോൾ പുളിസിറപ്പ് നമ്മൾ ഒഴിച്ചത് പാകമായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യമില്ല. ഇനിയിപ്പോൾ ഒരു മീൻ വെക്കാനും ഉള്ളതും കൂടെ ഉണ്ടാവുള്ളൂ. ഞാൻ ഈ കുപ്പിയിലാണ് എടുത്ത് വെക്കുന്നത്. അപ്പോൾ മീനിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മൾ പുളി ചേർക്കേണ്ടി വരും. പുളി കുടംപുളി വെള്ളത്തിലിട്ട് അലമ്പി കഴുകിയേച്ച് നേരത്തെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കും. തിളപ്പിച്ചിട്ട് ആ സത്താണ് എടുത്ത് വെക്കണം. പിന്നെ ആ പുളിയോട്ട ഒന്ന് പിഴിഞ്ഞ് അതിൽ നിന്ന് എടുക്കും. അല്ലാതെ ആ പുളിയോട്ട പിന്നെ രണ്ടാമത് ഉരുക്കി ചേർക്കൊന്നുമില്ല കേട്ടോ. രണ്ടാമത് ഉരുക്കി ചേർത്ത് അതിലൊന്നും വീഴാനും ഉണ്ടാവില്ല. അപ്പം സത്ത് മാക്സിമം അതിൽ നിന്ന് പിഴിഞ്ഞെടുക്കും. അത് കഴിഞ്ഞ് പുളിയോട്ട കളയുക പതിവ് കേട്ടോ. സിറപ്പ് ചേർക്കുന്നതിൻ്റെ ഗുണം, സിറപ്പ് ചേർക്കണതിൻ്റെ ഗുണം ഒട്ടും ഇരുന്ന് കഴിഞ്ഞാൽ പുളിച്ച് പോവില്ല. മീൻ വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഇറങ്ങാനില്ല അതിൽ നിന്ന്. അപ്പം വേറൊരു ദൂഷ്യമുണ്ട്, വെക്കണ ആ സമയത്ത് അപ്പം തന്നെ കൂട്ടിക്കഴിഞ്ഞാൽ കഷ്ണത്തിലേക്ക് ആയിട്ടുണ്ടാവില്ല. കാലത്തെ വെച്ച് കഴിഞ്ഞാൽ ഉച്ചത്തേക്കാകുമ്പോഴത്തേക്ക് പിടിച്ച് കിട്ടും. വൈകുന്നേരത്തേക്കാകുമ്പോഴത്തേക്കും ശരിക്ക് പിടിക്കും. പക്ഷേ പുളിയോട്ട ഇരുന്ന് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പുളി ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. തിളപ്പിക്കും തോറും അതിൽ നിന്ന് സത്തിറങ്ങും. അപ്പം പക്ഷേ നല്ല പുളി വേണ്ടവർക്ക് പുളിയോട്ട ഇട്ട് തന്നെ വെക്കാം കേട്ടോ. ഓരോരുത്തർക്ക് ഓരോ വീട്ടിൽ ഓരോ രീതിയല്ലേ. അതുകൊണ്ട് ഇതിപ്പോൾ ഉരുക്കി ചേർക്കുന്നതുകൊണ്ട് പാകമായിരിക്കും കഷ്ണത്തിലേക്ക് പിടിക്കുന്നത്. അതനുസരിച്ച് ചേർത്താൽ മതി. അപ്പം ഇതൊക്കെയാണ് അമ്മയുടെ മീൻകറി ടിപ്സ്. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നീ ഇത് ഫ്രിഡ്ജിലേക്ക് കൊണ്ടുപോയി വെക്കും. ഇങ്ങനെയാണ് പരിപാടി. ഓക്കെ, നമ്മൾ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ ഉലുവ നമ്മൾ തവയിലിട്ട് നന്നായിട്ട് ചൂടാക്കുക. എന്നിട്ട് ചൂട് കുറച്ച് ആറിയതിന് ശേഷം മിക്സിയിലിട്ട് പൊടിക്കുക. ഈ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പം ഞാൻ വെറുതെ ഉലുവ വറുത്ത് പൊടിക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും ചില പുതിയ പിള്ളേരിങ്ങനെ ഓരോ സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് പറഞ്ഞാട്ടോ. ഇതൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ നമ്മളിങ്ങനെ സമയം കിട്ടുമ്പോൾ ഇച്ചിരിച്ച് വറുത്ത് പൊടിച്ച് വെക്കണതാ. പിന്നെ ഒരുപാട് ഇത് പൊടിച്ചിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നുന്ന സ്മെല്ല് പോകും. അപ്പോൾ അത്യാവശ്യത്തിന് കുറച്ചൊക്കെ പൊടിച്ചിട്ട് പിന്നെ തീരുമ്പോൾ വേറെ പൊടിക്കണമായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നണം കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ ഉലുവാപ്പൊടി പുരാണം. നല്ല സ്മെല്ലാണ്. നല്ല സ്മെല്ലാ. വീട്ടിൽ പൊടിച്ചതാവുമ്പോൾ അതിന്റെ പ്രത്യേകതകളും ഗുണങ്ങളും ഒക്കെ ധാരാളം ഉണ്ടാവും അല്ലേ? മണത്ത് നോക്കിയേ, നല്ല മണം. ഉലുവയുടെ മണം, ഉലുവാക്കഞ്ഞിയുടെ മണം പോലെ. അപ്പൊ ഇന്നത്തെ മീൻകറിയിൽ ഇവനാണ് താരം. ഇട്ടോ? ഇട്ടോ? ഇട്ടു. ഇനിയിപ്പോ മീൻകറി ഓഫ് ചെയ്യുക.